PT തോമസിന്റെ സ്മരണയായിട്ട് സാറ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹവുമായിട്ട് നേരിട്ട് വല്ല കണക്ഷൻ ഒന്ന് ഓർപ്പിക്കുന്നത് നല്ലതാണ്. അത് പറയാം. PT ഡൽഹിയിലായിരുന്ന കാലത്ത് അദ്ദേഹമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ മതാചാര ചടങ്ങുകളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയുള്ളത് കേരള ശബ്ദത്തിൽ PT ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിനകത്ത് നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. വളരെ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മിശ്രവാഹം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളും കൂടി പറയാം. അദ്ദേഹം ഒരു യുക്തിവാദിയായിരുന്നു എല്ലാ അർത്ഥത്തിലും. അതുപോലെ തന്നെ മിശ്രവാഹിതരുടെ പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അസംബ്ലിയിലെ അവസാനത്തെ പ്രസംഗം. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം എവിടെയാണ് നിന്നതെന്നുള്ളതാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് AK ആന്റണിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായ ഒരാളായിരുന്നു. വളരെ അടുത്ത ബന്ധം ഞാനുമായിട്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്ത ബന്ധം എൻ്റെ അച്ഛനുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ സ്നേഹപൂർവ്വമായ ഒരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഡൽഹിയിലായിരുന്ന സമയത്ത്. അങ്ങനെ ഒരു ദീർഘമായ ബന്ധമുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള നിലപാട് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ല, ഞാൻ ഒരു വാട്സപ്പിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മരണപത്രത്തിൽ വളരെ വ്യക്തമായി തന്നെ പുരോഹിതന്മാരെയൊക്കെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞെങ്കിൽ പോലും മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഇന്റൻസീവ് കെയർ യൂണിറ്റിനകത്ത് വെളിയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് അവിടെ കുറേ പുരോഹിതന്മാരെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ ഒരു ചടങ്ങ് നടത്തിക്കളഞ്ഞ അവർ. അപ്പോൾ ഇതിവരുടെ ഒരു രീതിയാണ്. ഞാനത് ചൂണ്ടിക്കാണിച്ചതിൻ്റെ ഒരു കാരണം, ഇത്തരം കാര്യങ്ങൾ ഈ ഇംഗർസോൾ എഴുതിയിട്ടുണ്ട്, നാസ്തികാചാര്യന്മാർ മരണത്തെ നേരിടുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അത് മരണസമയത്ത് അവർ അവസാനം ദൈവത്തെ വിളിച്ചു. റിച്ചർഡ് ഡോക്കിൻസിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഒരാൾ മരിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഒരാൾ ഓർമ്മശക്തിയൊക്കെ നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ അൽഷിമേഴ്സ് വരുന്നു, വെൻ യു ഗോ ഗാഗ ഇൻ ദി എൻഡ് ഓഫ് യുവർ ലൈഫ്, അപ്പോൾ എന്തെങ്കിലും ബോധമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ നിലപാട് മാറി എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ ചെയ്തിരുന്ന ഒരു സംഗതി, അദ്ദേഹത്തിൻ്റെ മരണപത്രത്തിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അധികാരം എനിക്കായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതിനകത്ത് അർത്ഥം ഇതാണ്, വാക്കുകൾ കൃത്യമായിട്ട് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ അസുഖമായി കിടക്കുകയാണെങ്കിൽ ഞാൻ കിടക്കുന്ന മുറിയിൽ ഒരു പുരോഹിതനെ പോലും കടന്നു വരാൻ അനുവദിക്കാൻ പാടില്ല. അങ്ങനെ കടന്നു വന്നാൽ അവരോട് വിരോധമുള്ളത് കൊണ്ടല്ല, അപ്പോൾ എനിക്ക് എന്തെങ്കിലും മതപരമായ പരിവർത്തനം ഉണ്ടായി എന്നുള്ള കള്ളപ്രചരണം നടത്താൻ അത് വഴിയൊരുക്കും. അതുപോലെ തന്നെ ഞാൻ മരിച്ച് എൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പായിട്ടുള്ള സമയത്ത് ഏതെങ്കിലും ഒരു പുരോഹിതൻ ആ മുറിയിൽ പ്രവേശിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കുക, അവരെ ആ മുറിയിൽ പോലും പ്രവേശിപ്പിക്കരുത്. അവരോട് വിരോധമുള്ളത് കൊണ്ടല്ല, പക്ഷെ ഒരു തെറ്റായ കള്ളപ്രചരണത്തിന് അവർ വഴിയൊരുക്കും. എൻ്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ അവിടെ നടക്കും. ഇതാണ് അദ്ദേഹം എഴുതി വെച്ചിരുന്നത്. മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി നമ്മൾ മെഡിക്കൽ കോളേജിനാണ് കൊടുത്തത്. അതിനു മുമ്പായിട്ട് കേരള ഗവൺമെൻറ് അദ്ദേഹത്തിന് ഒരു ആദരവൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കേരള ഹൗസിൽ അദ്ദേഹത്തിൻ്റെ ബോഡി പ്രദർശിപ്പിച്ചിരുന്നു. ആ സമയത്ത് അവിടെ ചില പുരോഹിതന്മാരും കന്യാസ്ത്രീകളും വന്നിട്ട് അവർ കൊച്ചു പ്രാർത്ഥന നടത്താനൊക്കെ ശ്രമിച്ചു. പ്രാർത്ഥന പടമെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഞാൻ ഫിസിക്കലി അവരെ പിടിച്ച് വെളിയിലിറക്കി വിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു രീതിയാണ്. അപ്പം അതാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞൊരു സംഭവം. ഈ പറയുന്ന വ്യക്തികളുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായിട്ട് തന്നെ ഇതൊക്കെ ചെയ്യുകയും എന്നിട്ട് പിൽക്കാലത്ത് കള്ള അവകാശവാദങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന രീതി ഇതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ്.